ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിലെ ഫസ്റ്റ് മോഡ്യൂളായ 10 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ്. അപ്പം 10 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിനെ മൂന്നായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻസ്, സെക്കൻഡ് വൺ ഹൗ പീപ്പിൾ ഇൻട്രാക്ട്, ആൻഡ് ദി ലാസ്റ്റ് വൺ ഹൗ ദി ഇക്കണോമി ആസ് എ ഹോൾ വർക്ക്സ്. അപ്പം ഇതിലെ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ 1. പീപ്പിൾ ഫേസ് ട്രേഡ് ഓഫ്സ്. To get something that we like, we usually have to give up something else that we also like. അപ്പോൾ നമുക്കൊരു സാധനം കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായും നമുക്കിഷ്ടപ്പെട്ട മറ്റൊരു സാധനം കൊടുക്കണം. മേക്കിംഗ് ഡിസിഷൻസ് റിക്വയർസ് ട്രേഡിങ് ഓഫ് വൺ ഗോൾ എഗെയിൻസ്റ്റ് അനദർ. അപ്പം നമ്മൾ ഒന്നിനു വേണ്ടി മറ്റൊന്ന് ഉപേക്ഷിക്കുന്നു. അത് നമ്മളെ പേരൻസിൻ്റെ ഇൻകം ചിലവഴിക്കുന്നത് നോക്കുകയാണെങ്കിൽ പേരൻസ് ഫുഡിന് വേണ്ടി ചിലവഴിക്കുന്നു, ക്ലോത്തിങ്ങിന് ചിലവഴിക്കുന്നു, ഫാമിലി വെക്കേഷൻസ് ആൻഡ് സേവിങ്സ്, ആൻഡ് നമ്മളൊക്കെ എഡ്യൂക്കേഷന് വേണ്ടി ചിലവഴിക്കുന്നു. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി കുറച്ചുകൂടി പണം ചിലവഴിക്കുകയാണെങ്കിൽ അവിടെ മറ്റേതെങ്കിലും ഒന്നിന് വേണ്ടിയുള്ള പണത്തിൻ്റെ ചിലവഴിക്കുന്ന കുറയുമെന്നതാണ്. നമ്മൾ സൊസൈറ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ എഫിഷ്യൻസി ആൻഡ് ഇക്വാലിറ്റി. Efficiency means that society is getting maximum benefits from its scarce resources. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അപ്പോൾ ഈ സ്കേഴ്സ് റിസോഴ്സസിൽ നിന്നും മാക്സിമം ബെനിഫിറ്റ് കിട്ടുക എന്നാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വാലിറ്റി മീൻസ് ദാറ്റ് ദോസ് ബെനിഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി എമംഗ് സൊസൈറ്റീസ് മെമ്പേഴ്സ്. ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബെനിഫിറ്റ്, ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ് നമ്മളെ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും യൂണിഫോംലി ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ആൻഡ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ 2. ദി കോസ്റ്റ് ഓഫ് സംതിങ് ഈസ് വാട്ട് യു ഗിവ് അപ്പ് ടു ഗെറ്റ് ഇറ്റ്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ പറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് കരുതുക, ഓൾട്ടർനേറ്റീവ് എ ആൻഡ് ഓൾട്ടർനേറ്റീവ് ബി. ഈ 2 ഓൾട്ടർനേറ്റീവിനും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇതിൽ ഒന്ന് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചു വി ട്രേഡ് ഓഫ്, വി സാക്രിഫൈസ് വൺ തിങ്. അപ്പം ഒന്ന് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾട്ടർനേറ്റീവ് എ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാക്രിഫൈസ് ചെയ്ത ബീൻ്റെ ബെനിഫിറ്റ്സ് കൂടിയാണ് എന്നതാണ്. അപ്പം ഇത് ഡിസിഷൻ മേക്കിങ്ങിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുമ്പിൽ പോസിബിൾ ആയിട്ടുള്ള ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ പറ്റി നമുക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഊഹിക്കാൻ പറ്റിയൊരു എക്സാമ്പിളാണ് നമ്മളെ കാര്യം. നമ്മളിപ്പോൾ നിങ്ങളൊക്കെ കോളേജിൽ പോകുന്നു, ഓരോ ക്ലാസ്സുകൾ കേൾക്കുന്നു, റീഡിങ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് റൈറ്റിംഗ് പേപ്പേഴ്സ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷോപ്പിൽ പോയി സമ്പാദ്യം ഉണ്ടാക്കുക, ഒരു എന്തെങ്കിലും ജോലി എടുത്ത് നല്ലൊരു പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്, ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പ്രിൻസിപ്പിൾ 3. റേഷണൽ പീപ്പിൾ തിങ്ക് അറ്റ് ദി മാർജിൻ. എക്കണോമിക്സ് നോർമലി അസ്യൂം ദാറ്റ് പീപ്പിൾ ആർ റേഷണൽ. പീപ്പിളൊക്കെ റേഷണൽ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ റേഷണൽ പീപ്പിൾസ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന് അവർ ബെസ്റ്റായിരിക്കും, പേർപ്പസ്ഫുള്ളായിട്ട് അവർ ബെസ്റ്റായിരിക്കും അവർ അച്ചീവ് ചെയ്യുക എന്നതാണ്. റേഷണൽ പീപ്പിൾ മേക്ക് ഡിസിഷൻസ്. അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് ബൈ കമ്പയറിങ് മാർജിനൽ ബെനിഫിറ്റ്സ് ആൻഡ് മാർജിനൽ കോസ്റ്റ്സ്. അവരെ മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ കോസ്റ്റും കമ്പയർ ചെയ്തുകൊണ്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ സിലബസിലൊരു ഉദാഹരണമുണ്ട്, ഒരു എയർലൈനിൻ്റെ ഉദാഹരണമുണ്ട്. എയർലൈനിൽ ഒരു 200 സീറ്റാണ് ഉണ്ടാവുക വിചാരിക്കാം. അപ്പം ഇതിൽ ഓരോ സീറ്റിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപ ആണെന്ന് കരുതാം. അപ്പോൾ ഈ എയർലൈൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ 20 സീറ്റ് അവിടെ ഒഴിവുണ്ടെങ്കിൽ അവിടെ പാസഞ്ചേഴ്സ് യാത്ര ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ടിക്കറ്റിന് 30,000 രൂപ റേറ്റിന് വെച്ച് അവർ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഈ എയർലൈന് ഏതായാലും പോവാണ്.
അപ്പോൾ ആ 20 സീറ്റ് വെറുതെ ഒഴിഞ്ഞ് കിടക്കുന്നതിൻ്റെക്കാട്ടും നല്ലതാണ് ടിക്കറ്റിന് 30,000 രൂപ വെച്ച് കൊടുക്കുന്നത്. അതാണ്. ഇനി അടുത്ത ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് നമ്മളെ ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻസിലെ പ്രിൻസിപ്പിൾ 4. പീപ്പിൾ റെസ്പോണ്ട് ടു ഇൻസെൻറ്റീവ്സ്. An incentive is something that induced a person to act, such as the prospect of punishment or reward. അപ്പോൾ ഇതിന് നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുമ്പ് പറഞ്ഞല്ലോ, പീപ്പിള് അവരുടെ തീരുമാനങ്ങൾ എടുക്കുക, ജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ കോസ്റ്റും ബെനിഫിറ്റും കമ്പയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആപ്പിളിന് പ്രൈസ് കൂടിയെന്ന് വിചാരിക്കാം. ആപ്പിളിന് വില കൂടുമ്പോൾ നമ്മളൊക്കെ ആപ്പിൾ വാങ്ങുന്നത് കുറയ്ക്കും, നമ്മൾ ആപ്പിൾ തിന്നുന്നത് കുറയ്ക്കും. പക്ഷേ ഇതേ സമയം ആപ്പിൾ വിൽക്കുന്ന ആൾക്കാർ മോർ വർക്കേഴ്സിന് ഹയർ ചെയ്യുകയും കൂടുതൽ വിളവെടുപ്പ് ആപ്പിളിൻ്റെത് നടത്തുകയും ചെയ്യുമെന്നതാണ്. ഇനി അടുത്തത് ഹൗ പീപ്പിൾ ഇൻട്രാക്ട് എന്നുള്ളതിലെ ഫസ്റ്റാണ് പ്രിൻസിപ്പിൾ 5. ട്രേഡ് ക്യാൻ മേക്ക് എവരി വൺ ബെറ്റർ ഓഫ്. Trade between two peoples, two countries that can make each country better off. അപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് രാജ്യവുമൊക്കെ ആയിട്ട് ട്രേഡ് നടത്തുമ്പോൾ അത് നമ്മളെ തന്നെ ബെറ്റർ ആക്കാണ്. ഈ ട്രേഡ് മൂലം നമുക്ക് ഒരു ഗ്രേറ്റർ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഒരു മികച്ച ഗുഡ്സ് ആൻഡ് സർവീസും നമുക്ക് ലഭിക്കാൻ ഈ ട്രേഡ് കാരണമാകും. നമ്മൾ ഒറ്റ രാജ്യവും സെൽഫ് സഫിഷ്യൻ്റ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ഇന്ത്യ, ചൈന, ഫ്രാൻസ്, ഈജിപ്ത് ആൻഡ് ബ്രസീൽ ഇവരൊക്കെ ആയിട്ട് ട്രേഡ് നടത്തുന്ന ഒരു രാജ്യമാണ്. ഇനി ഇവരൊക്കെ ആയിട്ട് മത്സരിക്കുന്ന ഒരു രാജ്യം, ഇവരൊക്കെ ആയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് എന്നാണ്. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ 6. മാർക്കറ്റ്സ് ആർ യൂഷ്വലി എ ഗുഡ് വേ ടു ഓർഗനൈസ് എക്കോണമിക് ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രിൻസിപ്പിളിൽ പറഞ്ഞ ഈ ട്രേഡ് ഒരു ഓർഗനൈസ് ചെയ്ത് ഒരു എക്കോണമിയിൽ നടത്തണമെങ്കിൽ അവിടെ ഒരു നല്ലൊരു ഇത് വേണം, എക്കോണമി വേണം. അപ്പം മാർക്കറ്റ് എക്കോണമിയെ പറ്റി ഇതിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. മാർക്കറ്റ് എക്കോണമി അലോക്കേറ്റ് റിസോഴ്സസ്, ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻസ് ആൻഡ് ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ആസ് ദ ഇൻട്രാക്ട്. ഇവിടെയാണ് ഫേംസും ഹൗസ് ഹോൾഡ്സും ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൗസ് ഹോൾഡിൽ അവരാണ് തീരുമാനിക്കുന്നത് എന്ത് വാങ്ങണം, ആര് വർക്ക് ചെയ്യണം എന്നൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. ആൻഡ് ഫേംസ് ഡിസൈഡ് ഹൂ ഹയർ ആൻഡ് വാട്ട് ടു പ്രൊഡ്യൂസ്. ഫേംസ് തീരുമാനിക്കും എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൽ സ്മിത്തിൻ്റെ ഇൻവിസിബിൾ ഹാൻഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഈ മാർക്കറ്റിൽ ഓരോരുത്തരും സെൽഫ് ഇൻട്രസ്റ്റ് വെക്കുന്ന അവർക്ക് മെച്ചമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർ സെൽഫ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത് മൂലം സൊസൈറ്റിക്ക് തന്നെ നല്ലൊരു മെച്ചമുണ്ടാവുന്നു, ഒരു വെൽഫെയർ ഉണ്ടാവുന്നു എന്നതാണ്. ഇവിടെ ഒരു ആക്ച്വൽ ഹാൻഡ് ഇല്ല, പക്ഷേ അവിടെ ഒരു അൺസീൻ വോയിസ് ഉണ്ട് എന്നാണ്. അദൃശ്യ കൈകളുണ്ട് എന്നാണ് ഈ ഇൻവിസിബിൾ ഹാൻഡിൽ പറയുന്നത്. ഒരു പ്രൈസ് മെക്കാനിസമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ 7. ഗവൺമെൻറ്റ്സ് ക്യാൻ സംടൈംസ് ഇംപ്രൂവ് മാർക്കറ്റ് ഔട്ട്കംസ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കേണ്ടത്, ഇഫ് ദി ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് ദി മാർക്കറ്റ് ഈസ് സോ ഗ്രേറ്റ്, വൈ ഡു വി നീഡ് ഗവൺമെൻറ്? അപ്പോൾ ഇൻവിസിബിൾ ഹാൻഡ് നല്ല മികച്ചതല്ലേ, അപ്പോൾ പിന്നെന്തിനാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ആവശ്യം എന്നാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തെ പറ്റിയാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ സ്കേഴ്സ് റിസോഴ്സസ് ആണ്. അപ്പോൾ അവിടെ എന്തായാലും റൂൾസും റൈറ്റ്സും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത് പവർഫുള്ളാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഓംനിപോട്ടൻറ്റ്. എന്ന് വെച്ചാൽ സർവ്വശക്തി അതിനില്ല എന്നതാണ്. Most important, market economics needs institutions to enforce property rights so individuals can own and control scarce resources. Next principle 8 വരുന്നത് നമ്മളെ മൂന്നാമത് how the economy as a whole works. അതിലത്തെ principle 8. A country's standard of living depends on its ability to produce goods and services. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ അളക്കുന്നത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന
പ്രൊഡക്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡിഫറൻസ് ചെയ്യുന്നത് അവിടെ ഒരു രാജ്യത്ത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇൻ നേഷൻസ് വേർ വർക്കേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് എ ലാർജ് quantity of goods and services per hour, most people enjoy a high standard of living. In nations where workers are less productive, most people endure a meager existence എന്നതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെഷർ ചെയ്യുന്നത് പേഴ്സണൽ ഇൻകം വെച്ചും കണ്ടും പിന്നെ ആ രാജ്യത്ത് എത്രമാത്രം പ്രൊഡക്ഷൻ ഉണ്ട് എന്നതും ബേസ് ചെയ്തുകൊണ്ടാണെന്നാണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ 9, പ്രൈസസ് റൈസ് വെൻ ദി ഗവൺമെൻറ് പ്രിൻസ് ടു മച്ച് മണി. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൽ ഹൈ ഇൻഫ്ലേഷൻ. ഹലോ എവരിവൺ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിലെ ഫസ്റ്റ് മോഡ്യൂളായ 10 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആണ്. അപ്പം 10 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിനെ 3 സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻസ്, സെക്കൻഡ് വൺ ഹൗ പീപ്പിൾ ഇൻട്രാക്ട്, ആൻഡ് ദി ലാസ്റ്റ് വൺ ഹൗ ദി ഇക്കോണമി ആസ് എ ഹോൾ വർക്ക്സ്. അപ്പം ഇതിലെ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് Principle 1, people face trade-offs. To get something that we like, we usually have to give up something else that we also like. അപ്പോൾ നമുക്കൊരു സാധനം കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായും നമുക്കിഷ്ടപ്പെട്ട മറ്റൊരു സാധനം കൊടുക്കണം. മേക്കിംഗ് ഡിസിഷൻസ് റിക്വയർസ് ട്രേഡിംഗ് ഓഫ് വൺ ഗോൾ എഗെയിൻസ്റ്റ് അനദർ. അപ്പം നമ്മൾ ഒന്നിനു വേണ്ടി മറ്റൊന്ന് ഉപേക്ഷിക്കുന്നു. അത് നമ്മളെ പേരൻസിൻ്റെ ഇൻകം ചിലവഴിക്കുന്നത് നോക്കുകയാണെങ്കിൽ പേരൻസ് ഫുഡിന് വേണ്ടി ചിലവഴിക്കുന്നു, ക്ലോത്തിങ്ങിന് ചിലവഴിക്കുന്നു, ഫാമിലി വെക്കേഷൻസ് ആൻഡ് സേവിങ്സ് ആൻഡ് നമ്മളൊക്കെ എഡ്യൂക്കേഷന് വേണ്ടി ചിലവഴിക്കുന്നു. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി കുറച്ചുകൂടി പണം ചിലവഴിക്കുകയാണെങ്കിൽ അവിടെ മറ്റേതെങ്കിലും ഒന്നിന് വേണ്ടിയുള്ള പണത്തിൻ്റെ ചിലവഴിക്കുന്ന കുറയും എന്നതാണ്. നമ്മൾ സൊസൈറ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ എഫിഷ്യൻസി ആൻഡ് ഇക്വാലിറ്റി. Efficiency means that society is getting maximum benefits from its scarce resources. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അപ്പോൾ ഈ സ്കേഴ്സ് റിസോഴ്സസിൽ നിന്നും മാക്സിമം ബെനിഫിറ്റ് കിട്ടുക എന്നാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വാലിറ്റി മീൻസ് ദാറ്റ് ദോസ് ബെനിഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി എമംഗ് സൊസൈറ്റീസ് മെമ്പേഴ്സ്. ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബെനിഫിറ്റ്, ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ് നമ്മളെ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും യൂണിഫോംലി ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ 2, ദി കോസ്റ്റ് ഓഫ് സംതിങ് ഈസ് വാട്ട് യു ഗിവ് അപ്പ് ടു ഗെറ്റ് ഇറ്റ്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ പറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് കരുതുക, ഓൾട്ടർനേറ്റീവ് എ ആൻഡ് ഓൾട്ടർനേറ്റീവ് ബി. ഈ 2 ഓൾട്ടർനേറ്റീവിനും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇതിൽ ഒന്ന് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചു വി ട്രേഡ് ഓഫ്, വി സാക്രിഫൈസ് വൺ തിങ്. അപ്പം